വേവാണ്. അതെ, എപ്പോഴും ഒരു പൊടിക്ക് മറ്റേ എനിക്ക് തോന്നുന്നു ഫ്ലേവറിലും സ്മെല്ലിലും ആ ഒരു നാരങ്ങയുടെ ഇത്തിരി ഒരു പൊടിക്ക് കയറി കിടക്കുന്നുണ്ടാവും. സ്മെല്ല് എനിക്ക് ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്ന നാരങ്ങയുടെയാണ്. ഇനിയിപ്പോൾ എന്താ അടുത്ത്? ഇനി ഫൈനലി ഒരു ഇച്ചിരി കുരുമുളക് പെപ്പർ പൊടി ശകലം സ്വല്പം ക്രഷ് ഒരു സ്വല്പം മതി ലൈറ്റ് താത്തിയിട്ടോളൂ അല്ല മേത്ത് മതി. കുരുമുളകിൻ്റെ ഒരു മണം വന്നു അല്ലേ? നല്ലൊരു മണം വന്നു. ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനായിട്ടുണ്ട്. ഞാൻ അവിടെ പോയി 2 ചപ്പാത്തിയും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി കഴിക്കണം. ഇവിടെ നിന്ന് കഴിച്ചാൽ ആയിക്കോട്ടെ ഏറ്റവും നല്ലത്. അതിന് നമുക്ക് ഇച്ചിരി ചെമ്മീൻ എടുക്കാമല്ലേ? കുറച്ച് ചെമ്മീൻ എടുക്കുന്നുണ്ട്. കാരണം വല്ലാണ്ട് ആക്ഷേപമുണ്ട് ഞാൻ നന്നായിട്ട് കഴിക്കണില്ല അന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്മീൻ ഇപ്പം ശരിക്കും ഒത്തിരി ഇങ്ങനെ ഇതിൽ നടന്ന് നന്നായിട്ട് നല്ലൊരു ഷെഫായി കാണുമല്ലോ ശരിക്കും. നല്ല പുളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈമ് കയറി കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എരിവ് കിട്ടുന്നുണ്ട്. ചെമ്മീൻ്റെ ആ ജ്യൂസി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ചെമ്മീൻ ഒലത്താണ്. ഒലത്താണ്. ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി അതിൻ്റെ ഒരു 1/4 പീസ് ഞങ്ങൾ വയ്ക്കാം. ഇച്ചിരി ഗ്രേവി ഉണ്ട് തരിക. അപ്പോൾ അതെ എനിക്ക് ചിക്കൻ കറി ഒഴിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേവി സാധാ വെക്കുന്നത് പാലുള്ളതല്ല. ഇത്തിരി ഒരു ലൂസി ടൈപ്പാണ്. ടേസ്റ്റൊക്കെ ഏകദേശം അത് തന്നെ. ഇത്തിരി ഗ്രേവി ഇത്തിരി ലൂസായെന്നുള്ളൂ. ടേസ്റ്റൊക്കെ നമ്മൾ പാലൊഴിച്ച് വെക്കുന്ന അതേ ചിക്കൻ കറി തന്നെ. നമ്മളിത് കൂടാണ്ട് വേറെ എന്തൊക്കെ ഡിഷസാണ് കൊടുക്കുന്നത്? നാടനിൽ ഞാൻ നേരത്തെ ഇവിടെ കോഴിക്കിഴി എന്ന് പറഞ്ഞ സംഭവം ഇട്ടായിരുന്നു. കോഴിക്കിഴി അത് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെമ്മീൻ കാന്താരി അത് നമ്മൾ ചെമ്മീൻ കാന്താരി അരച്ച മസാലയിൽ അതിൽ ചെമ്മീൻ നമ്മൾ തവയിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അത് നല്ല ഫ്ലേവർ. കൊളസ്ട്രോൾ നല്ലതായിരിക്കുമല്ലോ. ബെസ്റ്റ് കാന്താരി ആകുമ്പോൾ കൊളസ്ട്രോൾ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ കായൽ ചെമ്മീൻ സൂപ്പ് എന്ന് പറഞ്ഞ സൂപ്പ് ഞാൻ കൊടുക്കുന്നത്. കായൽ ചെമ്മീൻ സൂപ്പ് ട്രഡീഷണൽ ആയിട്ട് കായൽ ചെമ്മീൻ അത് ശരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ കായലിലെ ചെമ്മീനാണ്. അതിട്ടിട്ട് നമ്മുടെ നാടൻ സൂപ്പ് അതായത് നമ്മുടെ ഈ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല ഇട്ടിട്ടുള്ള സൂപ്പ് അതൊരു വെറൈറ്റി. പിന്നെ കഴിച്ചോളൂ. പിന്നെ കോഴിക്കോടൻ മട്ടൻ കുറുമ നമ്മൾ കൊടുക്കുന്നുണ്ട്. കോഴിക്കോടൻ മട്ടൻ കുറുമ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കുറെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം വന്ന് ചോദിച്ച് കഴിക്കുകയും ചെയ്യാം, എല്ലാം ഉണ്ടാക്കി തരുകയും ചെയ്യും. വൈകുന്നേരം വന്നാൽ ബെസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോകുന്ന പുട്ടും ബീഫ് കറിയാണ്. പുട്ട് പോകും. നമ്മൾ ഇറച്ചിപ്പുട്ട് കൊടുക്കും. അത് നല്ല എപ്പോഴും രാത്രിയൊക്കെ വന്ന് അതൊക്കെ അതൊക്കെ ഒരു ഇച്ചിരി പുട്ടും എടുത്ത് നല്ല ബീഫ് ചൂട് വെച്ചാൽ നല്ല കുഴച്ചങ്ങ് അടിക്കാം. പൊളിച്ചു. അതും കഴിക്കാം, ഇങ്ങനത്തെ ഡിഷും കഴിക്കാം, എല്ലാം കഴിക്കാം. ഇങ്ങോട്ട് വന്നാൽ കണവ നിറയെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കണവയ്ക്കകത്ത് നമ്മൾ സീ ഫുഡ് സ്റ്റഫ് ചെയ്തിട്ട് അത് സൗത്ത് ഇന്ത്യൻ മസാല റോസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് നല്ല മൂന്നുണ്ടായിരിക്കും. കാരണം സീ ഫുഡ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കണവയുടെ ഉള്ളിൽ നിറച്ച് വെച്ച് റോസ്റ്റ് ഉണ്ടായി. അത് നാടൻ ടേസ്റ്റ്. എല്ലാവരും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ എന്താ മനുഷ്യ ഇത് മാത്രമല്ല എനിക്ക് കുറേ ഉണ്ട്. ഇതെല്ലാം പറയുന്നത് തീരില്ല. കാരണം നാടൻ ഡിഷുകൾ നമുക്ക് തന്നെ അറിയാം കുറേ ഡിഷസ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം എങ്കിലും ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും. ശരിയല്ലേ? തീർച്ചയായും. അപ്പോൾ ഇത് നമ്മുടെ ഹിൽ വ്യൂ ഹോട്ടലാണ്. സ്ഥലം നമ്മുടെ പടമുകള് കാക്കനാട് കാന്താശത്തിന്റെ അടുത്താണ്. പക്ഷെ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട, അതിന് തൊട്ട് മുമ്പാണ്. എന്നെ മിക്കവാറും ഇപ്പോൾ കൊണ്ടുപോകും എല്ലാവരും കൂടിയിട്ട്. ഇതാണ് നമ്മുടെ ഹിൽ വ്യൂ. തൊട്ട് പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടും. ഈവനിങ് ടൈമിലാണെങ്കിൽ ഇത്തിരി കൂടി സ്വസ്ഥമായിട്ട് നല്ല ഡിഷസ് കൂടുതലുണ്ടാവും. എല്ലാം നന്നായിട്ട് കിട്ടും. വന്നോളൂ, ഫാമിലി ആയിട്ടും വരാം, ഒറ്റയ്ക്കും വരാൻ. അപ്പോൾ ഇന്ന് കഴിക്കാം. നമുക്കിനി എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.